ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെയാണ് പൂർത്തിയായത്. ലെബനിലാണ് ചടങ്ങ് നടന്നത്. ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ തന്നെ ചില ഇസ്രയേലി വിമാനങ്ങൾ അതിലൂടെ പറന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയെന്നും പറയുന്നുണ്ട്. ഒപ്പം ഏതാനും മാസങ്ങൾക്ക് ശേഷം ആയത്തുള്ള അലി ഖമനയുടെ ഒരു ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എന്താണെന്ന് വിലയിരുത്താൻ പറ്റുക? ഫെബ്രുവരി 23, അതായത് ഇന്നലെ ബെയ്റൂട്ടിലെ കാമിൽ ചമൗൻ എന്ന് പറയുന്നൊരു സ്പോർട്സ് സ്റ്റേഡിയത്തിലാണ്, അതായത് ബെയ്റൂട്ടിലുള്ളതാണ്, അവിടെയാണ് ഈ ചടങ്ങ് നടന്നത്. നാസറുള്ളയുടെ ശവസംസ്കാരം എല്ലാ ബഹുമാനങ്ങളും ബഹുമതികളോടും കൂടി അദ്ദേഹത്തിന് നൽകപ്പെട്ടു. അപ്പം 5 മാസമായി ഈ മരണം കഴിഞ്ഞിട്ട്. പക്ഷേ 5 മാസവും ഇവർക്ക് ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഭയം കൊണ്ട് അങ്ങ് സ്വസ്ഥമായിട്ട് അത് നടത്താൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം 5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ചടങ്ങ് നടത്തിയത്. അപ്പോൾ ഈ ചടങ്ങ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇസ്രായേൽ ചില പ്രവൃത്തികൾ അവരുടേതായിട്ട് നടത്തി. അതിലൊന്ന് ഈ സദേൺ ലബനോണിൽ അവർ റോക്കറ്റ് ലോഞ്ചേഴ്സ് ബോംബ് ചെയ്ത് നശിപ്പിച്ചു. കാരണം അവിടെ നിന്ന് സ്ഥിരമായിട്ട് ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിടുകയും ശല്യം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹിസ്ബുള്ളിനെയൊക്കെ കുറേ പേരൊക്കെ അവിടെ നിന്ന് ഓടിച്ചെങ്കിലും ഇനിയിപ്പോൾ അവർ വീണ്ടും റീഗ്രൂപ്പ് ചെയ്ത് ശല്യം ഉണ്ടാക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് അവർ ഈ പറയുന്ന റോക്കറ്റ് ലോഞ്ചേഴ്സ് ഉള്ള സ്ഥലങ്ങളൊക്കെ ബോംബ് ചെയ്ത് നശിപ്പിച്ചു. പിന്നെ ഇപ്പോൾ നയിം കാസിം എന്ന് പറഞ്ഞിട്ടൊരാളാണ് ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെ ചീഫ്. അതിന് മുമ്പ് വന്നിരുന്ന ആൾ സൈഫുദ്ദീൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇസ്രായേൽ കൊന്നുകളഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ചടങ്ങിൽ ഒരു നോട്ടബിൾ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബ് കൺട്രീസ് ഒന്നും ഇതിൽ വലിയ ഇൻട്രസ്റ്റ് എടുക്കുന്നതായിട്ടോ സിമ്പതൈസ് ചെയ്യുന്നതായിട്ടോ എമ്പതൈസ് ചെയ്യണമെന്നൊന്നും കണ്ടില്ല. അവരിത് കാണാത്ത പോലെയാണ് നടക്കുന്നത്. ഈ ഹിസ്ബുള്ളയുടെ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ പൊതുവിൽ ലീഡിങ് അറബ് കൺട്രീസ്, അപ്പോൾ ഈജിപ്റ്റ്, സൗദി അറേബ്യ, UAE മുതലായ രാജ്യങ്ങളൊന്നും യാതൊരു താല്പര്യവും എടുക്കുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായിരുന്നു അത്. പക്ഷേ അതേസമയം ഖമനൈ ഏറ്റവും ഗ്ലോയിങ് ട്രിബ്യൂട്ട്സാണ് പേ ചെയ്തിരിക്കുന്നത് ഈ ഹിസ്ബുള്ള ചീഫിനും അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെയധികം അദ്ദേഹം പ്രൈസ് ചെയ്തു. അതേപോലെ അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ വളരെ അധികം ഇവരെ പ്രശംസിച്ചു. ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആകുന്നത്ര ഉന്നതമായ രീതിയിൽ തന്നെ പ്രശംസിച്ചു. മാത്രമല്ല ഈ സ്ട്രഗിൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചടങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ നയിം കാസിം എന്ന് പറയുന്ന പുതിയ ഹിസ്ബുള്ള ചീഫാണ് ആദ്യം ഈ ഗ്യാതറിങ് ഈ ക്രൗഡിനെ അഡ്രസ്സ് ചെയ്തത്. പിന്നെ മറ്റ് പല പ്രഗത്ഭരും അതിൽ പങ്കെടുത്തിരുന്നു. ഒരാൾ ഈ ലെബനോണിൻ്റെ പ്രസിഡന്റ് ജോസഫ് ഔൺ എന്ന് പറയുന്ന ആളാണ്. പിന്നെ മുഹമ്മദ് ബാക്കർ എന്ന് പറഞ്ഞിട്ട് ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കറും അതിൽ പങ്കെടുത്തായിരുന്നു. പിന്നെ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അറാക്ചി എന്ന് പറയുന്ന ആളും ഈ ചടങ്ങിൽ പങ്കെടുത്തായിരുന്നു. അങ്ങനെ ചടങ്ങ് വളരെ ഗംഭീരമായിട്ടൊക്കെ തന്നെയാണ് നടത്തിയത്. പക്ഷേ അതിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഈ അറബ് രാജ്യങ്ങളൊന്നും ഇതിൽ യാതൊരു ഇൻട്രസ്റ്റും എടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ചടങ്ങിൻ്റെ മൂർധന്യം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ബെയ്റൂട്ടിൽ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ ഇസ്രായേലിൻ്റെ F-35 അതേപോലെ F-16 2 ഇനത്തിൽപ്പെട്ട ജെറ്റുകൾ അവിടെ താഴേക്കൂടെ പറന്ന് നടന്നിരുന്നു. അപ്പോൾ അതൊരു മെസ്സേജായിരുന്നു. അതും അതേപോലെ ഈ ബോംബിങ്ങും ഒരു മെസ്സേജാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ F-16 ആൻഡ് F-35 ഈ ഫ്യൂണറലിനിടയ്ക്ക് അവിടെ പ്രത്യക്ഷപ്പെടുന്നതും അവിടെ താഴ്ന്നു പറക്കുന്നതൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാറ്റ്സ് അദ്ദേഹം പറഞ്ഞത് ദെർ ഈസ് എ ലൗഡ് ആൻഡ് ക്ലിയർ മെസ്സേജ് ഇൻ ദിസ്. ഇതിൽ വ്യക്തമായ ഞങ്ങളുടെ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ആക്രമിക്കുന്നവർ അതേപോലെ ഞങ്ങളെ കൊല്ലുന്നവർ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇതുകൊണ്ട് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. അവർക്ക് ഇനി ഫ്യൂണറൽ അല്ലെങ്കിൽ ശവസംസ്കാര ചടങ്ങുകളുടെ ഒരു പരമ്പര തന്നെ നടത്താം. ഞങ്ങൾക്കാകട്ടെ വിജയത്തിൻ്റെ ഒരു പരമ്പരയായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ശവസംസ്കാരങ്ങൾ നേരിടേണ്ടി വരും, കാണേണ്ടി വരും. ഞങ്ങളുടെ പല വിജയങ്ങളും കാണേണ്ടി വരും. ഇതാണ് നിങ്ങൾക്ക് ഇനി ആക്രമണം നടത്തുമ്പോൾ ഓർക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇതാണ് നിങ്ങൾ കാണാൻ പോകുന്നതും എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ കാറ്റ്സ് അദ്ദേഹത്തിൻ്റെ സന്ദേശം അവിടെ അവസാനിപ്പിച്ചു. ഈ ചോദിച്ചത് അതാണ് നടന്നിരുന്നില്ല. ചിലപ്പോൾ ഈ ഹസൻ നസ്രുള്ളയുടെ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം ഈ ആയത്തുള്ള അലി ഖമനയുടെ ഒരു സന്ദേശം എന്ന രീതി പുറത്തു വരുന്നത്. അപ്പോൾ എത്രയോ നാളായിട്ട് അദ്ദേഹം
ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ആശയക്കുഴപ്പമാണ്. ഇപ്പോൾ ഇറാനിലെ ഭൂഗർഭറയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇടയ്ക്ക് അദ്ദേഹം പള്ളിക്ക് മുമ്പിൽ തോക്കും ഒക്കെ പിടിച്ചുകൊണ്ട് ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ വീണ്ടും ഈ തോക്കുധാരിയായി നിൽക്കുന്ന രീതിയിലൊരു ചിത്രം പുറത്തു വന്നു എന്നുള്ള വാർത്ത പ്രചരിക്കുന്നുണ്ട്. എന്തായാലും അയത്തുള്ള അലി ഖമനയുടെ ഒരു സന്ദേശം ഈ ലെബനിലുള്ള ഹിസ്ബുള്ള പ്രവർത്തകർക്ക് ഒരു ഊർജ്ജം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി നൽകുന്നതാണോ? തീർച്ചയായിട്ടും എന്തെങ്കിലും പറയണ്ടേ. കാരണം മറ്റുള്ളവർക്ക് സംഭവിച്ച പോലെയല്ല, ഹിസ്ബുള്ളയ്ക്ക് നല്ല അടി കിട്ടിയായിരുന്നു. അവരെ വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ ആക്കി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ പോലെ അധികം വീരവാദമൊന്നും മുഴക്കാതിരിക്കുന്നത്. കാരണം ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഈ വീരവാദം ഉണ്ടാവും, ഇരവാദം ഉണ്ടാവും. സൗകര്യം പോലെ അവർ ഉപയോഗിക്കും. അപ്പോൾ അത് ഹെസ്ബുള്ളയ്ക്ക് ഭയങ്കര അടി കിട്ടുകയും ചെയ്തു. മാത്രമല്ല ഇപ്പോൾ അവിടെ ഈ പറയുന്ന ജോസഫ് ഔൺ എന്ന് പറയുന്ന അവിടുത്തെ പഴയ ആർമി ചീഫാണ്. അങ്ങനെ അദ്ദേഹം ക്രിസ്ത്യനാണ്. അപ്പോൾ കുറച്ച് ഒരു റൂൾ ഓഫ് ലോ എന്ന് പറയുന്നൊരു രീതിയിലേക്ക് അവിടെ വരികയാണ്. മറ്റത് മുഴുവനും ഹിസ്ബുള്ള കൺട്രോളിലാക്കിയായിരുന്നു. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കൺട്രോൾ വിട്ടുപോയി അവിടെ കുറച്ച് നിയമം വാഴ്ച എന്ന് പറയുന്ന ആ പ്രസ്ഥാനം അവിടെ ആരംഭിക്കുകയാണ്. അതാണ് അവിടെ വന്നിരിക്കുന്ന മാറ്റം. അത് സാധ്യമാക്കിയത് ഇസ്രായേലിൻ്റെ ഈ ആക്രമണങ്ങളാണ്. സ്ഥിരമായി കൺസെർട്ടഡ് ഒരു എഫർട്ട് അവർ നടത്തി അവിടുത്തെ ഹിസ്ബുള്ള അണികളെ തകർത്ത് കളഞ്ഞുകൊണ്ടാണ് ഇത് സാധിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവർക്ക് കിട്ടാനുള്ള മെസ്സേജും സപ്പോർട്ടും അതേപോലെ ഇൻസ്പിറേഷനൊക്കെ ഇറാനിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട എന്നുള്ളൊരു ധ്വനിയിലായിരിക്കും അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന നമ്മുടെ ആയത്തുള്ള ഖമനൈ. ഇത് മാത്രമല്ല സാർ, ഇപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തിയ പേജർ ആക്രമണം. ഈ പേജർ അറ്റാക്ക് എന്ന് പറയുന്നത് മൊസാദിൻ്റെ ഒരു പുതിയ തന്ത്രമായിരുന്നു. മറ്റൊരാൾക്കും ചിന്തിക്കാൻ കഴിയാത്ത, മറ്റൊരാൾ ഇതുവരെ നടപ്പാക്കാൻ കഴിയാത്ത ഒരു തന്ത്രം. അങ്ങനെ നടപ്പാക്കിയിട്ടാണ് ഹിസ്ബുള്ളയുടെ തലപ്പത്തിരിക്കുന്നവരെ മുഴുവൻ തീർത്തത്. മാത്രമല്ല അതിൻ്റെ താഴെ താഴെ തട്ടിലുള്ളവരെ കൂടി ഇത് തീർത്ത് കളഞ്ഞു. അത്തരത്തിലുള്ള ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയെ തകർത്ത് കഴിഞ്ഞപ്പോൾ ഹിസ്ബുള്ളയിലെ സാധാരണ പ്രവർത്തകരെല്ലാം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. പക്ഷേ ആ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നുള്ളത് കൂടിയല്ലേ ഈ ഹിസ്ബുള്ള ഹസൻ നസ്രുള്ളയുടെ സംസ്കാര ചടങ്ങിൽ ഒരുപാട് ആളുകൾ കൂടുന്നു, അവരൊന്നിച്ചു കൂടിയിട്ട് വീണ്ടും ഒരു കൂട്ടായ്മയ്ക്കുള്ള ഒരു സാധ്യത, വീണ്ടും ഒന്ന് റീഗ്രൂപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു സ്വഭാവമാണ്. അവർ ഈ പറഞ്ഞ അറ്റാക്ക് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ അത് ഇസ്രായേലിൻ്റെ അടുത്ത് അത്ര ഫലിക്കുന്നില്ല എന്ന് അവർക്ക് അറിയാം. മാത്രമല്ല ഇവർ തൊട്ടുരുമ്മി കിടക്കുന്ന ഒരു രാജ്യമാണല്ലോ ഇറാനൊക്കെ കുറേ ദൂരെ കിടക്കുന്നു. അതേപോലെ യമൻ കുറേ ദൂരെ കിടക്കുന്നു. അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷേ ഈ പറയുന്ന ലെബനോണെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്രായേലായിട്ട് ചേർന്ന് കിടക്കുന്നതാണല്ലോ. അവരുടെ സൈന്യവും ആർമിയൊക്കെ നേരിട്ട് പ്രവേശിക്കാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു അടി കിട്ടി കഴിയുമ്പോൾ ഒരു നിരാശ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആകുന്നത്ര ഈ ഊർജ്ജം പകരുക, ശക്തി പകരുക, അതേപോലെ ഇൻസ്പിറേഷൻ കൊടുക്കുക എന്നുള്ളത് ഇറാൻ്റെ ഒരു ലക്ഷ്യമാണ്. പക്ഷേ ഇങ്ങനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഫലിക്കുമോ എന്നുള്ളത് സംശയമാണ്. അതാണ് കുഴപ്പം. ഈ തെക്കൻ ലെബനൻ മേഖലയിൽ ഇടയ്ക്ക് ഇസ്രായേൽ പൂർണ്ണമായിട്ട് യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു, റോക്കറ്റ് വിക്ഷേപണമൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ അവശേഷിക്കുന്ന ഹിസ്ബുള്ളയുടെ ആളുകളെ കൂടെ ഇവർ ഈ ആ പ്രദേശത്തുനിന്ന് ഒഴിവാക്കണം, അവരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം. അങ്ങനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി കഴിഞ്ഞാൽ മടങ്ങിപ്പോയ ഈ പലസ്തീൻകാരായ ആളുകൾ തിരിച്ചു വരികയോ എന്തെങ്കിലും ചെയ്താൽ അവർക്കൊപ്പം ഹിസ്ബുള്ളക്കാരും വരും, അല്ലെങ്കിൽ അതിനകത്ത് ഹമാസിൻ്റെ ആൾക്കാർ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നൊക്കെയുള്ള സന്ദേശമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഹിസ്ബുള്ള ഇങ്ങനെ ഒരു കൂട്ടായ്മ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ വീണ്ടും പുനർജീവിച്ചു വരും എന്നുള്ളൊരു സന്ദേശം ഇസ്രായേലിന് നൽകുന്നുണ്ടോ? ഇസ്രായേലിന് അങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചതിനുള്ള മറുപടിയാണ് തക്ക മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന F-16 ആൻഡ് F-35 ഒക്കെ ഈ മെസ്സേജിൻ്റെ ഭാഗമാണ്. അതേപോലെ സദേൺ ലെബനോണിൽ ബോംബ് ചെയ്തതും ഒരു മെസ്സേജാണ്. അപ്പോൾ ഇനിയും നിങ്ങളിങ്ങനെ ആക്രമണത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ തിരിച്ചടി അപ്പം തന്നെ ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗൊലാൻ കുന്നുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 5 ഫ്ലാഗ് മീൻസ് സൈനിക ക്യാമ്പുകളൊക്കെ അവർ സജ്ജീകരിച്ചല്ലോ. അപ്പോൾ ഈ ലെബനിലെ ആൾക്കാർ അത്ര വിശ്വാസമില്ല എന്നല്ല ഇസ്രായേൽ പറയുന്നൊരു കാര്യം. വിശ്വാസം ഏതായാലും കാര്യമായിട്ടൊന്നുമില്ല, വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം അവരെപ്പോഴായാലും ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആക്രമിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. പിന്നെ അവർ പഠിച്ചിരിക്കുന്നതും ചെറുപ്പം തൊട്ട് പഠിച്ചിരിക്കുന്നതും ജൂതന്മാർക്കെതിരെയുള്ള ഒരു ഹേറ്റ്രഡാണല്ലോ അവരുടെ തലയിൽ നേരത്തെ അടിച്ചു കയറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഈ ജൂതവിരോധം എടുക്കണം എന്ന് തോന്നി വളരെ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് F-16 F-35 ആയിരിക്കും ഇൻ റിപ്ലൈ അങ്ങോട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലായിക്കോ. അതാണ് ഇതിലുള്ള മെസ്സേജ്.
ഇപ്പം ഈ ഹസൻ നസ്രള്ളയുടെ സംസ്കാര ചടങ്ങിൽ അയത്തുള്ള അലി ഖമനയുടെ ആണ് ശബ്ദ സന്ദേശം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വിവരം പുറത്തു വരുന്നത് അയത്തുള്ള അലി ഖമനെ തൻ്റെ പിൻഗാമിയായിട്ട് മകനെ വെക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ അവിടെ തന്നെയുള്ള ഈ മതപണ്ഡിതന്മാരുടെ സമൂഹം എതിർക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവരിൽ ആരാണെങ്കിലും ഇത്തരത്തിലൊരു സന്ദേശം നൽകുക എന്ന് പറയുന്നതിലൂടെ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വെച്ചാൽ അമേരിക്കയ്ക്കോ ഇസ്രായേലിനുള്ള ശക്തമായ തിരിച്ചടി നൽകുക, ഇടയ്ക്കിടയ്ക്ക് ഒരു ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തിലൊരു തിരിച്ചടി നൽകാനുള്ള ധൈര്യം ഇനി ഇറാൻ ഉണ്ടാകുമോ? ഇറാൻ ഞാൻ പറഞ്ഞില്ല, അവർ സ്പെഷ്യലിസ്റ്റാണ്. ഈ വീരവാദത്തിൻ്റെ കാര്യത്തിൽ അവർ വലിയ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഇസ്രായേലിനെ മുച്ചൂടും ആക്രമിക്കും എന്നൊക്കെ ഇപ്പോൾ ഈയിടെ ലേറ്റസ്റ്റ് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ആയതുള്ളയുടെ. പക്ഷേ അത് ഒരു പതിവ് റുട്ടീനൊരു സംസാരം എന്നുള്ള രീതിയിൽ കണക്കാക്കിയാൽ മതി. അത് പ്രാവർത്തികമാക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ആക്രമണം ഇസ്രായേലിനെതിരെ അഴിച്ചുവിട്ടല്ലോ. അപ്പോൾ അതിലൊക്കെ അവർക്ക് കനത്ത തിരിച്ചടി ലഭിച്ചു. മാത്രമല്ല ഈവൻ അവരുടെ ഒരു ന്യൂക്ലിയർ പ്ലാന്റിനെയും ലക്ഷ്യം വെച്ചായിരുന്നു. അപ്പോൾ പക്ഷേ അത് UN-നെയോ അറ്റോമിക് എനർജി ഏജൻസിയോ ഒന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. അതുകൊണ്ട് അവർക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഒരെണ്ണമുണ്ട് എന്നും പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇസ്രായേൽ അവിടെ സന്ദേശം കൊടുത്തു, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ എന്ത് തിരിച്ചടി നൽകും എന്നുള്ള സന്ദേശം കൃത്യമായിട്ട് കൊടുത്തു. ഇപ്പോൾ 2 പ്രാവശ്യം ഇങ്ങോട്ട് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ 2 പ്രാവശ്യം അങ്ങോട്ടുള്ള തിരിച്ചടി നല്ല കേമമായ തിരിച്ചടിയാണ് നടന്നത്. മാത്രമല്ല ഈ ഇറാൻ്റെ എയർ സ്പേസ് വാസ് കംപ്ലീറ്റ്ലി അണ്ടർ ദി കൺട്രോൾ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിനെതിരെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. മണിക്കൂറുകളോളം ഇസ്രായേലിൻ്റെ 100 കണക്കിനാണ് ജെറ്റുകൾ അവിടെ പോയി പെരുമാറിക്കൊണ്ടിരുന്നത്, സ്വന്തം ഇഷ്ടപ്രകാരം, യാതൊരു നിയന്ത്രണവുമില്ലാതെ. അപ്പോൾ ആ അനുഭവമൊക്കെ ഇറാൻ്റെ കയ്യിലുണ്ടല്ലോ. പിന്നെ തകർത്ത് കളയും എന്നുള്ളത് അവരുടെ വൊക്കാബുലറിയുടെ ഒരു സ്ഥിരം പ്രയോഗമാണ്. ആ രീതിയിൽ എടുത്താൽ മതി. ഈ ട്രംപും നെതന്യാഹു ഒടുവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് വന്ന് ആറ്റം ബോംബ് ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിലെ അധികൃതർ അവിടെ ഒന്ന് പരിശോധിക്കാനുള്ള സൗകര്യം ഒരുക്കണം. 1 മാസത്തിനുള്ളിൽ അങ്ങനെ യാതൊരുവിധ പ്രവർത്തനവും നടത്തുന്നില്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് നിങ്ങളെ അറ്റാക്ക് ചെയ്യും. ഒരു ഭീഷണി കൂടെ കൊടുത്തിട്ടില്ലേ? ആ ഭീഷണി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആൻഡ് ദേ മീൻ വാട്ട് ദേ സേ. ഇത് വെറുതെ ഇത് വീരവാദം ഇസ്രായേലിനില്ല, ഇരവാദമില്ല. അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യും. അപ്പോൾ ഇത് ഈ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്ന് പറയുമ്പോൾ അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും ഇറാൻ ആണവ ബോംബുകൾ ഉണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന്. ആണവ ബോംബുകളുടെ എന്തെങ്കിലും ഒരു ലൈക്ലിഹുഡ് അല്ലെങ്കിൽ സാധ്യത തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അടിച്ച് തകർക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണോ അതിനുള്ള തടസ്സം എന്നുള്ളത് പ്രശ്നമല്ല. എന്ത് തടസ്സം ഉണ്ടായാലും ആ തടസ്സങ്ങളെ അതിജീവിച്ച് ഞങ്ങൾ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ, യാതൊരു സംശയത്തിനും സാധ്യതയില്ലാതെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്രായേൽ ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. കാരണം ഇറാൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കൊണ്ടുപോയി ഇസ്രായേലിൻ്റെ മേത്തിട്ടായിരിക്കും പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ എന്തായാലും ആക്രമിക്കും, സംശയമില്ല. അപ്പോൾ എന്തായാലും ഹസൻ നസ്രള്ളയുടെ സംസ്കാര ചടങ്ങ് 5 മാസത്തിന് ശേഷം നടത്തിക്കൊണ്ട് അവർ അവരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയൊക്കെ മറുപടി എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, ഇനി അദ്ദേഹത്തിന് നിത്യശാന്തി നേർന്ന് നമുക്ക് അവസാനിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.